ഹായ് everyone, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. തലേ ദിവസം ദോശയ്ക്കുള്ള അരി മാവ് അരച്ച് കൂട്ടി വെക്കാൻ മറന്നു പോയി കഴിഞ്ഞാലും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പിറ്റേ ദിവസം നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ടിപ്പും കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.25 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് ഇവ മൂന്നും കൂടെ ഒന്നിച്ചാണ് ഇടേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വെള്ളത്തിലിടുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം രാത്രിയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൈസിലേക്ക് നമുക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് സോഡാപ്പൊടിയും ചേർക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കണേ. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഇനി ഈ ഒരു അരിയുടെ മുകളിൽ അരി നികക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്രയും വെള്ളം മതി, വെള്ളം ഓവറാക്കരുത്. കാരണം നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഈ ഒരു അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് മൂടി വെക്കാം. ഇനി നമ്മളിത് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് രാവിലെ ആകുമ്പോഴത്തേനും ഇങ്ങനെ സൈഡിലൊക്കെ ഒരു ബബിൾസ് വന്നിരിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തായിരുന്നല്ലോ ഇതിൽ. അപ്പോൾ അധികം ഈസ്റ്റൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല, വളരെ കുറച്ച് ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അതായത് തലേ ദിവസം രാത്രി കിടക്കുമ്പോഴാണ് നമുക്ക് ദോശമാവ് അയ്യോ നാളെ ദോശയാണ് വേണ്ടിയിരുന്നത്, നമ്മൾ മാവൊന്നും റെഡിയാക്കിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കിടക്കാൻ നേരത്ത് ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പാടെ കിച്ചണിൽ കയറുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം ഈ ഒരു മാവ് അരച്ച് വെക്കുക എന്നുള്ളതാണ്. തലേ ദിവസം നമ്മൾ കുതിർത്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് അരിയെല്ലാം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് തന്നെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി അരച്ചെടുത്തിട്ടുള്ള മാവ് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള അരിമാവും കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മുഴുവൻ മാവും അരച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ മൂടി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന കറിയൊക്കെ ചെയ്ത് എല്ലാം റെഡി ആക്കുമ്പോഴേക്കും നമ്മുടെ മാവ് സൂപ്പറായിട്ട് പൊങ്ങി വരും. അപ്പോൾ 1/2 മണിക്കൂർ മൂടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അധികം മിക്സ് ചെയ്യാനൊന്നുമില്ല, കാരണം പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത മാവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് മിക്സ് ആക്കേണ്ടെന്ന ആവശ്യമില്ല. അതിന് ഒരുപാട് മിക്സാക്കി കഴിഞ്ഞാൽ പൊങ്ങി വന്ന മാവ് അങ്ങ് അമർന്നു പോവും. അപ്പോൾ ഇനി നമുക്ക് ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ദോശമാവാണ്. തലേ ദിവസം നമ്മൾ അരിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ അരച്ച് അരമണിക്കൂർ വെച്ചിരുന്ന് അതിനുശേഷം നമ്മൾ ചുട്ടെടുക്കുന്ന ദോശയാണിത്. നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്രിസ്പി ആയിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാതെ ഇതുപോലെ വട്ടം കുറച്ച് നല്ല ഫ്ലഫി ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. വേണ്ടില്ല, നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ മുഴുവൻ മാവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. തലേ ദിവസം ഇനി ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. കിടക്കാൻ നേരത്ത് ഇതുപോലെ എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ഒന്ന് അരച്ച് അരമണിക്കൂർ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ദോശമാവ് റെഡിയായി കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന ഈസ്റ്റ് നല്ല തരം ഈസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ഡേറ്റുള്ള നല്ല ഫ്രഷ് ഈസ്റ്റ് തന്നെ എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സംഗതിയും നമുക്ക് ഈസ്റ്റ് കൊണ്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നന്നാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.